നമസ്കാരം. തെലങ്കാന പിടിച്ച ആത്മവിശ്വാസത്തിൽ രേവന്ത് റെഡ്ഡി ആന്ധ്രയിലും തന്റെ പടയോട്ടം തുടങ്ങിയിരിക്കുകയാണ്. മുൻ മുഖ്യമന്ത്രി YS രാജശേഖര റെഡ്ഡിയുടെ യഥാർത്ഥ രാഷ്ട്രീയ പിൻഗാമിയായ ആന്ധ്ര PCC പ്രസിഡന്റ് YS ഷർമിളയെ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയാക്കാൻ ജനങ്ങളോട് അഭ്യർത്ഥിച്ച രേവന്ത് റെഡ്ഡി കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരോട് അതിനായി കഠിനാധ്വാനം ചെയ്യണമെന്നും ആവശ്യപ്പെട്ടു. അടുത്ത പൊതുതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിക്ക് കുറഞ്ഞത് 5 MP സീറ്റുകളും 25 MLA സീറ്റുകളും നൽകണമെന്ന് രേവന്ത് റെഡ്ഡി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ് വളപ്പിലെ തൃഷ്ണ ഗ്രൗണ്ടിൽ പാർട്ടി സംഘടിപ്പിച്ച യോഗത്തിലാണ് രേവന്ത് തന്റെ ആവശ്യം മുന്നോട്ട് വെച്ചത്. BJPയുടെ സ്വകാര്യവൽക്കരണ നീക്കത്തിൽ നിന്ന് RINL വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റിനെ രക്ഷിക്കാനുള്ള പ്രതിജ്ഞാബദ്ധത പ്രഖ്യാപിക്കുന്നതിനാണ് പാർട്ടി പൊതുയോഗം സംഘടിപ്പിച്ചത്. BJP പോലുള്ള പാർട്ടികളിൽ നിന്ന് തെലുങ്ക് ജനതയുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനാണ് താൻ വിശാഖപട്ടണത്ത് എത്തിയതെന്ന് പറഞ്ഞ രേവന്ത്, 2 സംസ്ഥാനങ്ങളും ഭൂമിശാസ്ത്രപരമായി വേർപിരിഞ്ഞിട്ടുണ്ടെങ്കിലും ആളുകൾ സഹോദരങ്ങളെ പോലെയാണ് ഇപ്പോഴും പുലരുന്നതെന്നും കൂട്ടിച്ചേർത്തു. നിലവിലുള്ള പാർട്ടികളും അവരുടെ നേതാക്കളായ YS ജഗൻമോഹൻ റെഡ്ഡി, N ചന്ദ്രബാബു നായിഡു, പവൻ കല്യാൺ എന്നിവരും BJPയെ പ്രത്യക്ഷമായും പരോക്ഷമായും പിന്തുണയ്ക്കുന്നവരാണ്. സ്വന്തമായി സീറ്റില്ലെങ്കിലും സംസ്ഥാനം പരോക്ഷമായി ഭരിക്കുന്നത് BJPയാണ്. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും BJPക്കെതിരെ പോരാടുകയും ചെയ്യുന്ന ഒരു നേതാവും ശക്തമായ രാഷ്ട്രീയ ശക്തിയും ആന്ധ്രാപ്രദേശിന് ആവശ്യമാണ്. ഷർമിളയ്ക്കും കോൺഗ്രസിനും മാത്രമേ ഇത് സാധ്യമാകൂ എന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. BJPക്കെതിരെ പോരാടി കോൺഗ്രസിനെ അധികാരത്തിലെത്തിച്ച ഒരേ ഒരു നേതാവ് YSR മാത്രമാണെന്നും രേവന്ത് റെഡ്ഡി പറഞ്ഞു. തെലങ്കാനയിൽ കോൺഗ്രസ് 65 സീറ്റുകൾ നേടി സർക്കാർ രൂപീകരിച്ച തെരഞ്ഞെടുപ്പിലും താൻ പ്രചോദനം ഉൾക്കൊണ്ടത് YSRൽ നിന്നാണെന്നും പ്രതീക്ഷ കൈവിടാതെയുള്ള നിരന്തര പരിശ്രമമാണ് ഇതിന് കാരണമെന്നും രേവന്ത് വ്യക്തമാക്കി. ഇപ്പോൾ ഷർമിളയും തന്റെ പിതാവിനെ പോലെ ആന്ധ്രാപ്രദേശിൽ പ്രതീക്ഷ കൈവിടാതെ പോരാടുകയാണ്. ഉടൻ തന്നെ അവർ പാർട്ടിയുടെ പഴയകാല പ്രതാപം തിരികെ കൊണ്ടുവരും. തെലങ്കാന കോൺഗ്രസ് ടീമിന്റെ പരിപൂർണമായ പിന്തുണ ഷർമിളയ്ക്കുണ്ട്. ജനങ്ങൾക്കൊപ്പം നിൽക്കാനും സർക്കാരുകളെ ചോദ്യം ചെയ്യാനും അവരെ പ്രാപ്തയാക്കാൻ കുറഞ്ഞത് 5 MP സീറ്റുകളും 25 MLA സീറ്റുകളും ഇത്തവണ നൽകണമെന്ന് ആവശ്യപ്പെടുന്നു. അധികം വൈകാതെ കോൺഗ്രസ് ആന്ധ്രയിൽ സർക്കാർ രൂപീകരിക്കും. ഇത് രേവന്തിന്റെ വാക്കാണ് എന്നാണ് ഹർഷാരവങ്ങൾക്കിടയിൽ തെലങ്കാന മുഖ്യമന്ത്രി പറഞ്ഞത്. ഇത്തവണ ദക്ഷിണേന്ത്യയിൽ നിന്നും കൂടുതൽ സീറ്റ് നേടുകയെന്ന ഉദ്ദേശവുമായി ചന്ദ്രബാബു നായിഡുവിന്റെ തെലുഗുദേശത്തെ ഉൾപ്പെടെ വിലക്കെടുത്ത് BJP നടത്താൻ ഉദ്ദേശിക്കുന്ന തേരോട്ടത്തിന് തടയിടാൻ രേവന്ത് പകർന്ന ആവേശം കോൺഗ്രസിന് പിന്തുണയാകുമോ എന്ന് കാത്തിരുന്നു കാണാം.